الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതിലുള്ള നോമ്പ്, ഇബാദാത്തുകൾ, അതിൻ്റെയൊക്കെ ന്യൂനതകൾ അല്ലാഹു പരിഹരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു ദിവസം സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഒരു സഹാബി പറയാം, ഇത്തലഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നതദാക്കർ. നമ്മളിങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടി സംസാരിക്കുന്നതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുക്കലേക്ക് വന്നു. നമ്മളോട് ചോദിച്ചു, മാ തദാക്കറുൻ, നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? സഹാബാക്കൾ പറഞ്ഞു, പ്രവാചകരെ, നമ്മൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൗന ഖബ്ലഹാ 10 ആയാത്ത്. നിങ്ങൾ 10 അലാമാത്തുകൾ, അടയാളങ്ങൾ കാണുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഖിയാമത്ത് നാളിൻ്റെ 10 അടയാളങ്ങൾ, പ്രധാനപ്പെട്ട അടയാളങ്ങൾ. 2 രീതിയിലുള്ള അടയാളങ്ങളാണ്. ഒന്ന് അലാമാത്തുൽ സുഗ്റ, 2 അലാമാത്തുൽ കുബ്ര. അലാമാത്തുൽ സുഗ്റ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അലാമാത്തുൽ കുബ്ര എന്നുള്ളത് ഖിയാമത്ത് നാളിൻ്റെ മുമ്പായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകറ അദ്ദുഖാൻ. ഒന്നാമത്തേതായിട്ട് റസൂൽ എണ്ണിയത് അദ്ദുഖാൻ, പുക. ഭൂമി മുഴുവൻ നിറയുന്ന പുകയായിരിക്കും. അത് മുഅ്മിനീങ്ങൾക്കൊരു ജലദോഷം പോലെ മാത്രമേ ബാധിക്കുകയുള്ളൂ. കാഫിരീങ്ങൾക്ക് അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ അത് ബാധിക്കും. 2 ദജ്ജാൽ പുറപ്പെടും. 3 ദാബത്തുൽ അർദ് പുറപ്പെടും. 4 അശ്ശംസി മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കുക. വനുസൂല ഈസ ബിൻ മറിയം, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക. രണ്ടാമത് ഭൂമിയിലേക്ക് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. വയജൂജ വമഅജൂജ്, യഅജൂജ് മഅജൂജ് വിഭാഗം ഭൂമിയിലേക്ക് വരും. വസലാസ ഖുസൂഫിൻ, ഭൂമിയുടെ 3 ഇടങ്ങളിലായിട്ട് ഭൂമി ആഴ്ത്തപ്പെടും. ഖസ്ഫുൻ ബിൽ മശ്രിഖി വഖസ്ഫുൻ ബിൽ മഗ്രിബി വഖസ്ഫുൻ ബി ജസീറത്തിൽ അറബ്. ഭൂമിയുടെ കിഴക്ക് ഭാഗത്ത്, അതുപോലെ തന്നെ ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, പിന്നെ അറേബ്യൻ ഭൂഖണ്ഡത്തിലും ഭൂമി ആഴ്ത്തപ്പെടും. വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ. ഇതിൻ്റെയൊക്കെ അവസാനം യമനിന്റെ ഭാഗത്തുനിന്നും പുറപ്പെടുന്നൊരു തീയാണ്. മിൻ ഖഅരി യമൻ എന്നുണ്ട്. യമന്റെ ഭാഗത്തു നിന്നുള്ള കടലിന്റെ അടിയിൽ നിന്നാണ് ആ തീ ആരംഭിക്കുന്നത്. തത്റുദുൻ നാസ ഇലാ മഹ്ശരിഹിം. ആ തീ 4 ഭാഗത്തിൽ ജനങ്ങളെ പൊതിഞ്ഞ് ഷാമിന്റെ ഭാഗത്തേക്ക് അത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടും. അവരുടെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടും. 2 മഹ്ശറ ഉണ്ടാവും. ഒന്ന് ദുനിയാവില്, 2 അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്ത്. ആ ദുനിയാവിലുള്ള മഹ്ശറിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടും. അന്ന് ബാക്കിയാകുന്നത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട വിഭാഗമാണ് ബാക്കിയാവുക ഭൂമിയിൽ. വഫീഹിം തഖൂമു സ്സാഅ, അവരിലാണ്
ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുക. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഇറക്കത്തെ സംബന്ധിച്ചാണ്. നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസമാണ്. കാരണം ഒരു വിഭാഗം ആൾക്കാർ ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ മകനായി കാണുന്നു, മറുവിഭാഗം അള്ളാഹ്ക്ക് തുല്യനായിട്ട് മൂന്നിലൊന്നായിട്ട് കാണുന്നു. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ ഇലാഹായിട്ട് കാണുന്ന ഒരു വിഭാഗം മൂന്ന് രീതിയിലും ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി. ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടിട്ടില്ല. തെളിവായിട്ട് ഖുർആന്റെ ആയത്തുകൾ നമുക്ക് ഓതാൻ കഴിയും. വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ എന്ന ആയത്താണ് തെളിവ്. ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെടുന്നതിൻ്റെ മുമ്പ് അഹ്ലി കിതാബുകാർ, വേദക്കാര് എല്ലാവരും ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കും. അതിൻ്റെ അർത്ഥം ഈസാ നബി അലൈഹിസ്സലാം ഇപ്പോൾ മരണപ്പെട്ടിട്ടില്ല ആകാശത്തിൽ. പിന്നെ ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായിട്ട് ആകാശത്തു നിന്നും ഇറങ്ങി വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലയൂശികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയമ ഹകമൻ അദ്ല. മറിയമിന്റെ മകൻ ഈസ നിങ്ങളിലേക്ക് ഇറങ്ങാൻ അടുത്തിരിക്കുന്നു. ഹകമൻ അദ്ല, നീതിമാനായ ഭരണാധിയായിക്കൊണ്ട്. അങ്ങനെ ഇറങ്ങി വന്നാൽ ഫയക്സിറു സലീബ, എല്ലാ കുരിശുകളെയും തകർക്കും. വയഖ്തുലുൽ ഖിൻസീറ, പന്നികളെ കൊല്ലും. വയളഅൽ ജിസിയത, ഭൂമിയിൽ ടാക്സ് സമ്പ്രദായം ഇല്ലാതാക്കും. അഥവാ ഇസ്ലാം അല്ലാത്ത മറ്റെല്ലാ മതങ്ങളെയും നശിപ്പിക്കും. ഇസ്ലാം മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. സുമ്മ യഖൂലു അബൂ ഹുറൈറ, ഈ ഹദീസ് പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓദിക്കോ ഈ ആയത്ത്, വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതി. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മരണത്തിന് മുമ്പായിട്ട് വേദക്കാരെല്ലാവരും ഈസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിക്കും. എന്നാൽ ഇറങ്ങി വരുന്ന രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഫബൈനമാ ഹുവ കദാലിക, ദജ്ജാൽ വന്ന്, ദജ്ജാൽ ഭൂമിയിൽ ഇങ്ങനെ ഫിത്നയും ഫസാദ് ഉണ്ടാക്കാണ്. ദജ്ജാൽ ആദ്യം വന്നിട്ട് ഞാൻ നബിയാണെന്ന് പറയും, നുബുവത്ത് വാദിക്കും. അവനെ കുറെ ആൾക്കാർ അംഗീകരിക്കും. പിന്നെ ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന് വാദിക്കും, അത് കുറെ ആൾക്കാർ അംഗീകരിക്കും. അങ്ങനെ ദജ്ജാൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാം ഇദ് ബഅസല്ലാഹു ഈസ ഇബ്ന മറിയം, ആ സമയത്താണ് ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിക്കുക. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ശർഖൈ ദിമഷ്ക്, ഡമാസ്കസിലെ കിഴക്ക് ഭാഗത്തുള്ള വെള്ള മിനാരമുള്ള പള്ളിയിലൂടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക. ബൈന മഹ്റൂദതൈൻ, അപ്പൊ രണ്ട് വസ്ത്രങ്ങളായിരിക്കും, ഒന്ന് ഉടുത്തിട്ടുണ്ടാവും, ഒന്ന് പുതച്ചിട്ടുണ്ടാവും, ഇഹ്റാമിന്റെ വസ്ത്രം പോലെ. മഞ്ഞ കളറുള്ള ഇഹ്റാമിന്റെ വസ്ത്രം പോലെയുള്ള വസ്ത്രത്തിലായിരിക്കും. വാദിഅൻ കഫൈഹി അലാ അജ്നിഹതി മലക്കൈനി, മുസ്ലിം ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസാണ്. രണ്ട് മലക്കുകളുടെ ചിറകിന്റെ മോൾ കൈ രണ്ടും കുത്തിക്കൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക. ഇദാ തഅത റഅസുഹു ഖതറ, ഈസാ നബി അലൈഹിസ്സലാം തല ഒന്ന് താഴ്ത്തിയാൽ മുത്തുകൾ ഉതിരുന്നത് പോലെ ആ തലയിൽ നിന്നും വെള്ളം ഉറ്റി വീഴും. വഇദാ റഫഅഹു തഹദ്ദറ മിൻഹു ജുമാനുൻ കല്ലുഅ്ലു, ആ തല ഒന്ന് താഴ്ത്തി ഉയർത്തിയാൽ മുത്തുകൾ ഇങ്ങനെ തെറിക്കുന്നത് പോലെ വെള്ളത്തുള്ളികൾ ആ തലയിൽ നിന്നും തെറിക്കും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇനി ഈസാ നബി അലൈഹിസ്സലാം വന്നാൽ 40 വർഷം ഭൂമിയിൽ ജീവിക്കും. 40 വർഷം. ആ 40 വർഷവും ഖുർആനും ഹദീസും വെച്ചായിരിക്കും ഈസാ നബി അലൈഹിസ്സലാം ജീവിക്കുക. ഇഞ്ചീൽ ഇല്ലാതാക്കപ്പെട്ടു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലൂടെ നുബുവത്തിലൂടെ മുൻകാല നുബുവത്തും റിസാലത്തും ശരീഅത്തും എല്ലാം ഇല്ലാതാക്കപ്പെട്ടു. ഈസാ നബി അലൈഹിസ്സലാം റസൂലിന്റെ ശരീഅത്ത് അനുസരിച്ചായിരിക്കും ഭൂമിയിൽ ജീവിക്കുക 40 വർഷം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി മൂസയാണ് വരുന്നതെങ്കിലും എന്റെ ശരീഅത്ത് വിട്ടുപോകാൻ മൂസക്ക് അനുവാദമില്ല. റസൂലിന്റെ ശരീഅത്തിന്റെ പ്രത്യേകതയാണ്. മറ്റുള്ള പ്രവാചകന്മാര് ഓരോരുത്തരും അവരുടെ സമുദായത്തിലേക്ക് മാത്രം, ഓരോ കൗമിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിയോഗിക്കപ്പെട്ടത് ഖിയാമത്ത് നാളെയുള്ള എല്ലാ മനുഷ്യരിലേക്കുമാണ്. അങ്ങനെ പ്രത്യേകമായ ഒരു സമൂഹത്തിലേക്കോ വിഭാഗത്തിലേക്കോ അല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വന്നത്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ട് പ്രത്യേകമായി ചെയ്യുന്ന ഒരു കാര്യം ദജ്ജാലിനെ കൊല്ലുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാലിന് നിഷിദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ്. ഈ 3 സ്ഥലങ്ങൾ ദജ്ജാലിന് പ്രവേശനമില്ല. പല കുറി ദജ്ജാൽ വന്നു നോക്കും മദീനയിലേക്ക്, പക്ഷെ മലക്കുകൾ അവൻ ആട്ടി ഓടിക്കും. അവസാനം ഉഹദിന്റെ പിറകിൽ അവൻ ഒളിച്ചിരിക്കും. അവന്റെ ലക്ഷ്യം മദീനയിലേക്ക് കയറലാണ്, പ്രവേശിക്കലാണ്. മലക്കുകൾ അവനെ അത് യസ്രിഫുഹു ഇലാ വജ്ഹി ശാം, ഷാമിന്റെ ഭാഗത്തേക്ക് മലക്കുകൾ അവനെ ആട്ടി ഓടിക്കും. ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സിറിയ, ലബനാൻ, ഉറുദു, ഈ ഭാഗങ്ങളൊക്കെയാണ് ഷാം. ആ ഭാഗത്തേക്ക് ആട്ടി ഓടിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് ദജ്ജാൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കാണും. ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുമ്പോഴേക്കും ദജ്ജാൽ ഓടി മറയും. ഇലാ ബാബിൽ ലുദ്, ലുദ് എന്ന സ്ഥലത്തേക്ക് ഓടും. ബാബുൽ ലുദ് ഇന്ന് ഇസ്രായേൽപ്പെട്ട സ്ഥലമാണ് ബാബുൽ ലുദ്. അവിടത്തേക്ക് ഓടും. യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് അലിയുന്നത് പോലെ ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുമ്പോഴേക്കും ദജ്ജാൽ അലിഞ്ഞില്ലാതാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ തന്നെ ദജ്ജാലിനെ വിടുകയാണെങ്കിൽ അവൻ സ്വയം ഇല്ലാതാകുമായിരുന്നു, അലിഞ്ഞില്ലാതാകുമായിരുന്നു. പക്ഷെ ഈസാ നബി അലൈഹിസ്സലാം അവനെ വെട്ടിക്കൊല്ലു. ആ വാളിലുള്ള, ആ കുന്തത്തിലുള്ള ചോര മുഅ്മിനീങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും, ദജ്ജാലിനെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് യഅജൂജ് മഅജൂജ് വരിക. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈസാ നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെട്ട മുഅ്മിനീങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈസാ നബി അലൈഹിസ്സലാമക്ക് വഹി വന്നു. അല്ലാഹു പറയാണ്, ഫഹരിസ് ഇബാദി ഇല തൂർ, മുഅ്മിനീങ്ങളെ കൂട്ടിയിട്ട് തൂർ പർവ്വതത്തിലേക്ക് കയറി ഒളിച്ചിരിക്കുക. ഞാൻ എൻ്റെ ഒരു വിഭാഗം അടിമകളെ ഭൂമിയിലേക്ക് ഇറക്കി വിടുകയാണ്. ലാ യദാനി ലി അഹദിൻ ബിഖിതാലിഹിം, ഒരാൾക്കും അവരെ കൊല്ലാൻ കഴിയില്ല, അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാം ബാക്കിയായ മുഅ്മിനീങ്ങളെ കൂട്ടിയിട്ട് തൂർ പർവ്വതത്തിലേക്ക് കയറി ഒളിച്ചിരിക്കും. അപ്പോഴാണ് യഅജൂജ് മഅജൂജ് പുറപ്പെടുക. മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, ഓരോ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ അവർ വരും. അത്രയും ആൾക്കാരുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1999 ആൾക്കാർ നരകത്തിലേക്കും ഒരാൾ സ്വർഗത്തിലേക്കും. അങ്ങനെ നാളെ ആഖിറത്തിലെ കണക്ക്. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾക്ക് പേടിയായി. സഹാബാക്കൾ പേടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. കാരണം 1999 ആൾക്കാർ യഅജൂജ് മഅജൂജാണ്, ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. 1 എൻ്റെ സമുദായത്തിലെ ആൾക്കാരാണ്. ആ രീതിയിലായിരിക്കും അത്രയും ആൾക്കാരുണ്ടാവും. ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ നശിപ്പിക്കും. അതാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇറക്കത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഖുർആനിലൂടെയും സഹീഹായ ഹദീസുകളുടെയും മനസ്സിലാക്കലും അത് ഉൾക്കൊള്ളലും നമ്മുടെ ബാധ്യസ്ഥയാണ്. വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് ശരിയായ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക, അത് ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീൻ അത്
ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.